പരിപ്പുഴ പിന്നെ നെയ്ച്ചോറും പോയി വളരെ പ്രിയമുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ, നേതാക്കളെ, പാർട്ടിയുടെ LC സെക്രട്ടറി അരിയേട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ജനകീയ യുവജന സംഘടന ഇക്കാലം അത്രയും എടുത്തു പോന്ന നിലപാടിൻ്റെ ബാക്കി പത്രമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനുമായി കഴിഞ്ഞ ദുരന്തമുണ്ടായ ആ സെക്കൻഡ് തൊട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഇന്ന് കുറച്ച് വീടുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാട്ടിലുണ്ടാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള തട്ടുകടകൾ ആരംഭിച്ചിട്ടുള്ളത്. തട്ടുകടകളിൽ ഭക്ഷണം കഴിക്കുന്നവർ നൽകുന്ന പണം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരാശയമാണ് ഡിവൈഎഫ്ഐ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയത്തെ പിന്തുണക്കാൻ ഭക്ഷണം ആവശ്യമില്ലെങ്കിലും ധാർമ്മികമായി ഡിവൈഎഫ്ഐയെ പിന്തുണക്കുക എന്ന നിലക്ക് ഒരുപാട് ആളുകൾ ഭക്ഷണം പാർസലായി വാങ്ങിക്കൊണ്ടുകയും ഭക്ഷണത്തിൻ്റെ മുടക്കിലധികം പണം ഈ ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദുരന്തമുഖത്ത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ചാണ്. അതിൽ ആരൊക്കെ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ആ രാഷ്ട്രീയത്തെ എല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഈ ഗവൺമെന്റിനും യുവജന രംഗത്ത് യുവാക്കളെ ക്രോഡീകരിക്കാൻ ഡിവൈഎഫ്ഐക്കും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ മുന്നേറ്റത്തിന്, ഈ ജനകീയ മുന്നേറ്റത്തിന് ഡിവൈഎഫ്ഐയുടെ തട്ടുകട ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് വെളിച്ചം കുടികാടുള്ള അമ്മ അവരുടെ സ്വർണ്ണ മോതിരം ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കല്ലേമ്പാറത്തുള്ള ഒരു രുക്മിണി അമ്മ, അതുപോലെ തന്നെ കോവിലകത്തുമുറിയുള്ള ഒരമ്മ ശാരദാമ്മ, അവരും ഞങ്ങൾക്ക് ഈ മാസത്തെ പെൻഷൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ പല കുട്ടികളും അവരുടെ കുടുക്കകൾ, അവർ കുറെ കാലങ്ങളായി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കുടുക്കകൾ, ചില 1ഉം 2ഉം കുടുക്കകൾ ഉണ്ടെങ്കിൽ ആ 2 കുടുക്കയും ഈ ക്യാമ്പയിന് വേണ്ടി ഞങ്ങൾക്ക് തരികയാണ്. ആശുപത്രിക്കുള്ളിൽ 2 കുട്ടികൾ